ക്രിക്കറ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആരാധകർ നിരാശയിലാണ്. കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചെത്തിയ ആദ്യ കളി തന്നെ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇരുവരും ഫോം ഔട്ടാണ്. വ്യാഴാഴ്ചയാണ് രണ്ടാം ഏകദിനം. ഈ രണ്ടാം ഏകദിനത്തിൽ വമ്പൻ മാറ്റങ്ങൾ, ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ താരത്തെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറിൻ്റെ പ്ലാൻ ബി ആണ് നടക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആദ്യ ഏകദിനത്തിൽ പഠിച്ചത് ബാറ്റിങ്ങിലാണ്. രാഹുൽ ഒഴിച്ച് ബാക്കി കോഹ്ലി, രോഹിത് ശർമ്മ, ക്യാപ്റ്റൻ ഗില്ല്, അയ്യർ ആരും തന്നെ ഫോമായില്ല. ഓസ്ട്രേലിയക്കെതിരെ കോഹ്ലിക്ക് മികച്ച റെക്കോർഡുണ്ട്. കോഹ്ലി ഡക്കാവുമെന്ന് ആരും കരുതിയില്ല. രണ്ടാം ഏകദിനത്തിൽ ബോളിങ്ങിൽ ചില മാറ്റങ്ങളും ഗൗതം ഗംഭീർ വരുത്തിയിരിക്കുകയാണ്. കുൽദീപ് യാദവിനെ തിരിച്ചു വിളിക്കുകയാണ് പ്ലേയിങ് 11-ലേക്ക്. ആദ്യ ഏകദിനത്തിൽ മഴ കാരണം ഓവർ വെട്ടിച്ചിരിക്കുന്നു. രണ്ടാം ഏകദിനത്തിൽ മഴയുടെ ഭീഷണിയുണ്ട്. പക്ഷേ രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെ അവസാന മാച്ചായിരിക്കും ഓസ്ട്രേലിയ പര്യടനം എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ രോഹിത് ശർമ്മയും കോഹ്ലിയും പറയുന്നത് താങ്കൾ 2027 ലോകകപ്പ് കളിച്ചിട്ടേ വിരമിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കണമെന്ന് ആരാധകർ പറയുന്നു. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ മധ്യനിരയിൽ പിടിച്ചു നിന്നേനെ. സഞ്ജുവിനെ T20 ടീമിൽ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ടീമിൽ തലമാറ്റത്തിന് സമയമായി എന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലി, രോഹിത് ശർമ്മയ്ക്ക് ശേഷം അവിടെ മാച്ച് കളിക്കാർ വരണം എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. ഓസ്ട്രേലിയക്ക് ഇന്ത്യൻ ടീം ഒരു എതിരാളികളായിരുന്നില്ല. അത്ര ഈസി ആയിട്ടാണ് അവർ കളി ജയിച്ചത്. രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് എത്രയും വില കൊടുത്ത് കളി ജയിച്ചാലേ പറ്റുള്ളൂ. അങ്ങ് പരമ്പര ഇന്ത്യക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രണ്ടാം ഏകദിനത്തിലെ ഗില്ല്, രോഹിത് ശർമ്മ ഓപ്പണിങ്, കോഹ്ലി, സയർ, രാഹുൽ, അക്ഷർ പട്ടേൽ, കുൽദീപ്, രാണ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷദീപ് എന്നായിരിക്കും പ്ലേയിങ് 11. നിതീഷ് കുമാർ റെഡ്ഡിനെ മാറ്റാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് വരുന്നത്. അടിപൊളി മാറ്റമായാണ് ഇന്ത്യ ഒന്നാം ഏകദിനത്തിന് രണ്ടാം ഏകദിനത്തിലേക്ക് ഇറങ്ങുന്നത്. കൂടാതെ അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.